എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. അയ്യോ, ഇതെന്തൊരു അവസ്ഥയാ. ഇങ്ങനെയാണോ നിങ്ങൾ കിടക്കുന്നേ? എന്തൊരു കഷ്ടം ഇത്. 27 വർഷമായി ചെയ്യൂ വാടകയ്ക്കായിട്ട്. ഒരു മോനുണ്ടായിരുന്നു, ക്യാൻസർ ആയിരുന്നു, മോൻ മരിച്ചുപോയി. എനിക്ക് ക്യാൻസർ മോൻ മരിച്ചു, ഒരു മോനെ ഉള്ളായിരുന്നു, മോൻ മരിച്ചുപോയി. പിന്നെ എനിക്ക് സുഖമില്ലാതെ എനിക്ക് തൊണ്ടയിലും ക്യാൻസർ വരെയായിരുന്നു. ഞാൻ മരുന്ന് മേടിച്ചിട്ട് ഇനിയിപ്പോ 3 മാസത്തോളമായി. ബാത്റൂമിലൊക്കെ പോകുന്ന ചില സമയത്ത് താഴെ ചിലപ്പോ പറമ്പില് പടുതായിക്ക് വാടക കൊടുക്കുന്നുണ്ട്. പടുതായിക്ക് വാടക കൊടുക്കുന്നു? എത്ര രൂപ? ഒരു ദിവസം 200 രൂപ വെച്ച് വാടക നമ്മൾ കൊടുക്കണം. കഷ്ടം. 200 രൂപ വാടക കൊടുക്കുന്നു ഒരു ദിവസം? 200 രൂപ വെച്ചത് 2 പടുതായ ഒരെണ്ണത്തിന് 100 രൂപ. ചേട്ടന്റെ കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഒരു ദിവസം 200 രൂപ പടുതയ്ക്ക് വാടക കൊടുക്കണം അല്ലേ? സമ്മതിക്കണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ അപ്പൊ എങ്ങനെ ഈ രാത്രിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങുന്നു? അങ്ങേപ്പുറത്ത് ഇങ്ങനെ തുണി കൊണ്ട് മറച്ചൊരു ഇതിട്ടിട്ടുണ്ട്. അവിടെ പന്നിയൊക്കെ വരും അപ്പുറത്ത്. അയ്യോ, ഇങ്ങനെയാ നിങ്ങൾ കിടക്കുന്നത് അല്ലേ? ഇവിടെയാണ് സാറേ ഞങ്ങൾ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു മറവ് പോലും ഇല്ല ഇത്? നിങ്ങൾ ഓർത്താണോ ഇവർ കിടക്കുന്ന അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചേ, എന്തൊരു അവസ്ഥയല്ലേ ഇവർ കിടക്കുന്നേ. ഞാൻ 3 മാസമായി മരുന്ന് കഴിച്ചിട്ട് എനിക്കിത് മേടിക്കാൻ നിവർത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗുളിക എടുത്ത് കഴിച്ച് മരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഇവരാരും അറിയാതെ പോലീസുകാരെന്നെ പിടിച്ചിട്ട് ചേട്ടനെ വിളിച്ചിട്ട് വന്നു, ഭാര്യയെ കൂട്ടിക്കൊണ്ട് എളുപ്പം പോകുമെന്നും പറഞ്ഞോണ്ട് അവര് ചോദിച്ചു. ആണോ? ചങ്ങനാശ്ശേരി സ്റ്റേഷൻ? ചെങ്ങന്നൂർ സ്റ്റേഷനിലാ? എന്താ അരി ഇങ്ങനെ ഇരിക്കുന്നേ? പച്ചരിയാ സാറേ. പച്ചരിയാ? പച്ചരിയായിരുന്നു, അരി ഇല്ലായിരുന്നു. പച്ചരി വെച്ച് ചോറ് വെച്ചു, ഈ കൂട്ടാനുള്ള കാന്താരിമുളക് ഇത് കൂട്ടിയാണ് ഇവർ ഫുഡ് കഴിക്കുന്നത്. സാറേ എനിക്കൊരു കേറി കിടക്കാൻ ഒരു പേര്. കേറി കിടക്കാൻ പേരല്ലേ? എനിക്കൊരു മരുന്നിനുള്ള പൈസ. മരുന്നിന് എത്രയാവും? എല്ലാ മാസവും ടെസ്റ്റ് ചെയ്യുന്ന ഒരു മാസത്തിന് 1000 രൂപയാണ്. ഇത് 10 ലക്ഷം രൂപയുണ്ട്. 8 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വീട് പണിയണം. 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ചെലവ്. എന്നോട് ചോദിച്ചാൽ ചേച്ചി എന്താ 1000 രൂപയ്ക്ക് ഒരു ഗുളിക മേടിച്ചു തരാവുന്ന ഒരു മാസത്തേക്ക് അല്ലേ? ഞാനിപ്പോൾ ചെലവിന് വേണ്ടി 2 ലക്ഷം രൂപയാണ് തരുന്നത്. പിന്നെ ബാക്കി 8 ലക്ഷം രൂപ എന്തിനാ തന്നത്? വീടിന്. സന്തോഷമായില്ലേ? നല്ലൊരു വീട് പണിയത്തില്ലേ? നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കയറി കിടക്കുന്ന എനിക്ക് കാണും. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തളരരുത്, നിങ്ങൾ കരയരുത്. ഇനി കരയാനും പാടില്ല. ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാർ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല. എൻ്റെ ഫാമിലിയോടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത്. എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്.